തോം 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 എന്ന സൂപ്പർ ഹിറ്റ് പടത്തിന് ശേഷം അനീഷേട്ടൻ 2024 പടച്ചുവിട്ട കാട്ടപരാധമാണ് അഞ്ജുവും മഞ്ജുവും പിന്നെ കുഞ്ചുവും. പടത്തിലെ മെയിൻ ആയിട്ടുള്ള ആൾക്കാരാണ് മഞ്ജുലിക എന്ന് വിളിക്കുന്ന മഞ്ജു, അഞ്ജുലിക എന്ന് വിളിക്കുന്ന അഞ്ജു, പിന്നെ ഈ കാണുന്നവൻ കുഞ്ചു, പിന്നെ അവന്റെ കാമുകി ചിഞ്ചു. പിന്നെ കുറെ അപരാധ പിറവികളുണ്ട് ഈ പടത്തിൽ. അവരെ പറ്റൊന്നും ഞാനിപ്പോ പറയണില്ല. അങ്ങനെ പണ്ട് 1824 ഒരു പെണ്ണ് കിടന്ന് അങ്ങനെ ഡാൻസ് കളിക്കുക പാട്ടും വെച്ച്. ഈ വെച്ചോണ്ടിരിക്കുന്ന പാട്ടേ എനിക്ക് തന്നെ ഇഷ്ടമാവുന്നില്ല എന്നും പറഞ്ഞ് ഒരു കിളവൻ ഓടി വന്ന് നട്ടപ്പാതിരയ്ക്ക് പന്തവും കൊളുത്തി പൊക്കി പിടിച്ചോണ്ട് വന്നിട്ട് അവളെ അങ്ങോട്ട് പിടിച്ചോണ്ട് പോയിട്ട് അങ്ങോട്ട് കത്തിച്ച് കളയും. കത്തിച്ച് കളഞ്ഞവനെ മാസ്ക് കൂരി അവിടെ ഇട്ടിട്ട് അങ്ങോട്ട് പോയി. എന്തിനാണ് പിന്നെ നീ മാസ്ക് വെച്ചത്? ഒരു സുഖം ഒക്കെ ഇങ്ങനെ പാട്ട് കേൾക്കാണ്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാലെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് കത്തിച്ച് കളഞ്ഞാൽ പെണ്ണ് പ്രേതായിട്ട് ഇവന്റെ മുമ്പിൽ വന്നിട്ട് അവനെ പേടിപ്പിച്ച് അങ്ങോട്ട് കൊല്ലും. എന്തൊക്കെ മേളായിരുന്നു. അങ്ങനെ കഥ 2024 എത്തുന്നു. അവിടെ അതാ നമ്മുടെ കഥാനായകൻ കുഞ്ചു ഒരു വലിയ മന്ത്രവാദിയാണ്. അങ്ങനെ പ്രേതബാധ ഒഴിപ്പിക്കാൻ ഒരു വീട്ടിൽ കയറി ചെന്നിട്ട് കുഞ്ചു പറയാ, നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണം, നിങ്ങളുടെ മോന്റെ മേത്തുള്ള ബാധ ഞാൻ ഇപ്പോൾ ഒഴിപ്പിച്ചു തരാന്ന് പറഞ്ഞ് നേരെ അവന്റെ അടുത്ത് ചെന്നിട്ട് ഒറ്റ വിളിയാ. കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ എന്റെ കുഞ്ചു. അതെ ഗൈസ്, നമ്മുടെ കുഞ്ചുവിന് ആത്മാക്കളോട് സംസാരിക്കാൻ കഴിയും. അതാണ് പുള്ളിക്കാരന്റെ സൂപ്പർ പവർ. തോക്കിക്കൊണ്ട് നടക്കുന്ന ഗംഗാജലം അവന്റെ മേത്തേക്ക് ഇങ്ങോട്ട് ചീറ്റിച്ചിട്ട് അവന്റെ മേത്തുനിന്ന് ആ പ്രേതത്തിനെ അങ്ങോട്ട് പറത്തി വിടും. അങ്ങനെ ആ പയ്യൻ എണീറ്റ് വന്നിട്ട് പറയാ, കുഞ്ചുസ്വാമി ഇല്ലായിരുന്നെങ്കിലോ. സംഭവം എന്താ വെച്ചാൽ വേട്ടാവളിയൊക്കെ കഴിഞ്ഞ ദിവസം അവിടെ പാർട്ടി നടത്തി അവിടുത്തെ സാധനങ്ങളൊക്കെ അങ്ങോട്ട് കത്തിച്ചങ്ങോട്ട് കളയും. അത് ഇവരുടെ അടുത്ത് നിന്ന് മറച്ചു വെക്കാൻ ഇവർ കളിച്ച പൊറോട്ട നാടകമാണ് നിങ്ങൾ കണ്ടത്. ഇങ്ങനെ വെടൽ പിടിച്ച കേസുകൾ പിടിക്കുന്ന ആളാണ് നമ്മുടെ കുഞ്ചു. അങ്ങനെ കുറെ അൽക്കുലത്തെ പരിപാടികൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവന് ആത്മാവിനോട് സംസാരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ട് ഏതൊരു രാജകൊട്ടാരത്തിൽ നിന്ന് മന്ത്രി വന്നിട്ട് ഇവന്റെ അടുത്ത് പറയണേ, ഞങ്ങളുടെ രാജാവിന്റെ മകൾ കുഞ്ചു ഈ അടുത്ത് തട്ടിപ്പോയി മോനെ, അവളുടെ ആത്മാവിനോടൊന്ന് സംസാരിക്കണം. ഇത്രയല്ലോ പറഞ്ഞ് പുള്ളിക്കാരൻ ഫോട്ടോ എടുത്ത് കൊടുത്തിട്ട് അവൻ അവളെ അങ്ങോട്ട് വിളിച്ച് വരുത്തും. അവളെ കണ്ട് പേടിച്ച് നിക്കറിൽ മുള്ളിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇവള് വന്നിട്ട് പറയാ, ഇത് കണ്ടങ്ങളെ ഞാൻ പറഞ്ഞില്ല ഇവൻ അപ്പോഴേ കാട്ട് ഫ്രോഡാണെന്ന്. അങ്ങനെ പേടിച്ച് മുള്ളുന്ന വീഡിയോ വൈറലാക്കി കളയെന്നും പറഞ്ഞ് ഇവനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇവരുടെ ഒരു കാര്യം നടത്താൻ വേണ്ടി ഇവർ അവനെ കൂട്ടിക്കൊണ്ട് നാട്ടിലേക്ക് അങ്ങോട്ട് പോകും. അങ്ങനെ നാട്ടിലെത്തി കൊട്ടാരത്തിലേക്ക് കയറാൻ പോണ അവനോട് മന്ത്രി പറയാം, അങ്ങോട്ടല്ല എന്റെ കുഞ്ചു, ഇത് ഇങ്ങോട്ട്. എന്തുട്ട്? അപ്പൊ നമ്മുടെ ചിഞ്ചു പറയാം, നമ്മുടെ കൊട്ടാരത്തിൽ ഒരു പ്രേതമുണ്ട്, എന്റെ കുഞ്ചു, അവളുടെ പേരാണ് മഞ്ജു. പിന്നീട് അങ്ങോട്ട് ഇവരുടെ പിച്ചത്തരങ്ങൾ കാണിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന കുറെ അപരാധങ്ങളാണ്. ചപ്പാത്തി കല്ലുകൊണ്ട് പേസ്റ്റ് നെക്കി പുറത്തെടുക്കുക, വയ്യാണ്ടായ അംഗരക്ഷകനെ ചെയറിൽ തള്ളിക്കൊണ്ട് നടക്കണ രാജാവ്, ഒരു ചപ്പാത്തിക്ക് വരെ തല്ലി പിടിക്കുന്ന ടൈപ്പ് വെടലത്തരങ്ങളാണ് ഇവർ കാട്ടിക്കൂട്ടണത്. ഒരു ചപ്പാത്തി പോലും തരാൻ പറ്റാത്ത നിങ്ങൾ എങ്ങനെയാണ് എനിക്ക് 1 കോടി രൂപ തരാൻ പോണേ എന്റെ ചിഞ്ചു എന്ന് ചോദിക്കുന്ന സമയത്ത് അവൾ പറയാ, അതിനുള്ള ഉത്തരം നിനക്ക് ഞങ്ങളുടെ ഫാമിലി ഗുരുക്കൾ വന്നിട്ട് പറഞ്ഞു തരൂടാ. യെസ്, ഹിയർ കംസ് ദ രാജകുരു. അങ്ങനെ രാത്രി നമ്മുടെ ഫാമിലി ഗുരുക്കൾ വന്നിട്ട് ഇവരെ നേരെ പ്രേതാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് മാറാല പിടിച്ചു കിടക്കുന്ന ഒരു ഫോട്ടോ കാട്ടിയിട്ട് പറയാ, ഇത് നിന്റെ പുനർജന്മമാണ് മോനെ. എന്തൊട്ട് തേങ്ങ എടുത്താൻ പറയണം മൊട്ടത്തലയാ. മുഴുവൻ കഥ പറയണമെങ്കിൽ 2 തലമുറയുടെ കഥ പറയേണ്ടി വരും. അതാണ് നമ്മുടെ രാജകുമാരൻ ദേവേട്ടന്റെയും മഞ്ജുവച്ചിയുടെയും കഥ. അപ്പൊ നമ്മുടെ മഞ്ജുവച്ചി ഒരു ഗജരാജ ഗില്ലാഡിയാണ്. മഞ്ജു ഡാൻസറാണ്, ഫൈറ്ററാണ്, കണ്ണും കെട്ടി കത്തി എറിഞ്ഞ മിടുമിടുക്കി. അങ്ങനെ എല്ലാവരും പറയാൻ തുടങ്ങി നമ്മുടെ മഞ്ജുവാണ് അടുത്ത രാജകുമാരി. അങ്ങനെ ഇരിക്കുമ്പോൾ അതേ രാജാവിന് വേലക്കാരിയിൽ ഒരു പുത്രനെ കൂടി ജനിക്കണം. അവൻ കെട്ടിയിട്ടില്ല, ക്രോണിക് ബാച്ചിലറാ. അങ്ങനെ വളർന്നു വലുതായി രാജാവാകും. ഇത് കണ്ട് ഇഷ്ടപ്പെടാത്ത നമ്മുടെ മഞ്ജു രാത്രി തന്നെ പോയി അവനെ കത്തിയെടുത്ത് കുത്തി അങ്ങോട്ട് കൊല്ലും. മഞ്ജുവിന് എന്ത് പണിഷ്മെന്റ് കൊടുക്കണം എന്റെ രാജാവിന് ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ പറയാം, അവളെ നമുക്ക് മരത്തി കെട്ടിട്ട് അൽഫാം ആക്കാടും. അങ്ങനെ അൽഫാമായ നമ്മുടെ മഞ്ജു അൽഫ പ്രേതമായി വന്ന് നമ്മുടെ രാജാവിനെ അന്ന് രാത്രി തന്നെ അൽഫാം ആക്കും. വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തിയതല്ലേ. അങ്ങനെ മഞ്ജു വെച്ചിട്ട് ആൽഫ പ്രയത്തിനെ പൂട്ടാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരന്റെ അപ്പൂപ്പൻ ഒരു കടുത്ത യാഗം നടത്തിയിട്ട് അവളെ ആ മുറിയിലിട്ട് പൂട്ടി അത്ര. പക്ഷെ അവളെ വെറുതെ പൂട്ടിയിടാൻ മാത്രമേ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുള്ളൂ. അവളെ യമലോകത്തേക്ക് സുഖവാസത്തിന് അയക്കണമെങ്കിൽ ദേവേട്ടന്റെ പുനർജന്മമായ നിനക്ക് മാത്രമേ പറ്റുള്ളൂ എന്റെ കുഞ്ചു എന്ന്. മൊട്ടത്തലയ പ്രയത്തിന്റെ കടി കൊണ്ട് ചാവാനെന്നും പറഞ്ഞു പോണ സമയത്ത് മൊട്ടത്തലയും പറയാ, കുഞ്ചു നീ രാജ്യത്തിന്റെ രാജാവാകേണ്ട ആളാടാ. അതിൽ അവൻ അങ്ങോട്ട് വീഴും. കുഞ്ചു ഉണ്ടല്ലോ എന്ന ധൈര്യത്തിൽ എല്ലാവരും കൂടെ തൊഴുത്തിന്ന് കൊട്ടാരത്തിലേക്ക് അങ്ങോട്ട് ഷിഫ്റ്റാവും. ഇതറിഞ്ഞ പൊട്ടന്മാരായ നാട്ടുകാർ പണ്ടത്തെ പോലെ ഇവർക്ക് പൈസ കൊടുക്കാൻ തുടങ്ങിയത്ര. പിന്നീട് അങ്ങോട്ട് ഇവർ കാട്ടിക്കൂട്ടുന്ന കുറെ കുണ്ടാമണ്ടിത്തരങ്ങളാണ് പടത്തിൽ. ഇവരുടെ വെറുപ്പിൽ സഹിക്കാൻ പറ്റാണ്ടിരിക്കുമ്പോൾ അതേ വരുന്ന വേറെ 3 അപരാധങ്ങൾ. പിന്നെ എല്ലാവരും കൂടി ചേർന്ന് അങ്ങോട്ട് വെറുപ്പിക്കാൻ തുടങ്ങിയിട്ട് ഒരു പാട്ട് അങ്ങോട്ട് പടച്ചു വിടും. പാട്ടിൻ്റെ ഇടയ്ക്ക് മാസ്ക് കത്തിച്ചിട്ട് ദേവനയുടെ ഡോറ് തല്ലിപ്പൊളിച്ച് നമ്മുടെ മഞ്ജുവച്ചി നേരെ വേഷം മാറി വന്നിട്ട് പറയാ, ഞാൻ ഈ കൊട്ടാരം പെയിന്റ് അടിക്കാൻ ഏൽപ്പിച്ച കമ്പനിയിലെ ആളാ, പേര് മല്ലിക. ഇങ്ങനെ പ്രത്യക്ഷപ്പെടാൻ താമല്ല പ്രേതോ മർദ്ദോ മറ്റാണ്. പിന്നീട് നമ്മുടെ മഞ്ജുവച്ചിയുടെ പേടിപ്പിച്ച് വെറുപ്പിക്കലാണ്. കുഞ്ചു ഉറങ്ങി കിടക്കുന്ന സമയത്ത് സ്വപ്നത്തിൽ വന്ന് പേടിപ്പിക്കുക, റേഡിയോയിൽ വന്ന് പേടിപ്പിക്കുക, ഫോട്ടോ കത്തിച്ച് പേടിപ്പിക്കുക, ഇങ്ങനെ പല സൈസ് പേടിപ്പിക്കലാണ് മഞ്ജുവച്ചിയുടെ കയ്യിലുള്ളത്.
എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ? ഇതെല്ലാം കണ്ട് പേടിച്ച് തൂറി നമ്മുടെ കുഞ്ചു എങ്ങനെയെങ്കിലും അവളുടെ ഫോണിൽ നിന്ന് വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് പോവാന്ന് വെച്ച് അവളുടെ ഫോൺ എടുത്ത് നോക്കി ഡിലീറ്റ് ചെയ്യാൻ നോക്കണ സമയത്തുണ്ട് അവന്റെ ഫോട്ടോ എല്ലാം DSLR വെല്ലുന്ന രീതിയിൽ അവൾ എടുത്ത് വെച്ചേക്കണു. അവിടെയും ഫോണിന്റെ പരസ്യം. അങ്ങനെ അവർ തമ്മിൽ ലവ് ആവും. പിന്നെ അവിടെ നിന്ന് ലഡാക്കിലേക്ക് കെട്ടിയെടുത്തൊരു പാട്ട്. പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീരിൽ വീഴും പൂക്കൾ, ഓളങ്ങൾ തൻ ഏതോ തലയിൽ വെളിവറിയാതിരവറിയാതൊഴുകുകയല്ലോ. അങ്ങനെ അടുത്ത ദിവസം ചിത്രപ്പണികളെല്ലാം കൊത്തി മിനുക്കുന്ന സമയത്ത് ആ മതിലെല്ലാം അങ്ങോട്ട് പൊളിഞ്ഞു പോയിട്ട് അടുത്ത മുറി അവരങ്ങോട്ട് കണ്ടുപിടിക്കും. ഫാമിലി ഗുരുക്കളെ ഇത് എന്തുട്ടതെന്ന് ചോദിക്കണ സമയത്ത് പുള്ളിക്കാരൻ പറയാം, എനിക്കും അറിഞ്ഞൂടെ എന്റെ പൊന്നു ചേട്ടാ. അതൊക്കെ എന്തിനാ താൻ അറിയണേ? ഇതെന്താന്ന് അറിയണേ, എനിക്ക് ആ ഗ്രന്ഥങ്ങളൊക്കെ ഒന്നുകൂടി എടുത്ത് പഠിക്കണ എന്റെ പൊന്നമ്മാവാ. പക്ഷെ ദുർഗാഷ്ടമിക്ക് മുമ്പ് ഈ സാധനം തുറന്നാൽ അതിന്റെ ഉള്ളിൽ കിടക്കുന്ന സാധനം നിങ്ങളുടെ മേത്ത് ഓങ്കാരം നടം ആടിടുക. അതുകൊണ്ട് നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് പുള്ളി ഒരു പോക്ക. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർ കേൾക്കണം. രാത്രി പോയി ഇവർ ആ കഥ അങ്ങോട്ട് അടിച്ച് പൊട്ടിച്ച് അങ്ങോട്ട് തുറക്കും. അപ്പം അതിൽ നിന്ന് കുറെ വവ്വാലുകൾ പറന്നു പറഞ്ഞിട്ട് നമ്മുടെ രാജഗുരു ഓടിക്കളിച്ച് വന്നിട്ട് പറയാം, നിങ്ങളോട് ഞാൻ 10 പ്രാവശ്യം പറഞ്ഞില്ല എന്റെ പൊന്നമ്മാവ തുറക്കല്ലേ. ഞാൻ ഗ്രന്ഥം പഠിച്ചിട്ട് വന്നിട്ട് നിങ്ങളുടെ അടുത്ത് കൊണക്കാൻ പറഞ്ഞത് അക്ഷരം മാറിയൊന്നുമില്ല. നിങ്ങൾക്കറിയോ എന്റെ പൊന്നമ്മാവ, നമ്മുടെ രാജാവിന് 1 അല്ല 2 പെൺമക്കളായിരുന്നു. ഇതിൽ മൂത്തവളാണ് അഞ്ജു, രണ്ടാമത്തവളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മഞ്ജു. ഇളയവൾ മഞ്ജു കാറ്റാണെങ്കിൽ മൂത്തവൾ അഞ്ജു കൊടുങ്കാറ്റാണ് എന്റെ അമ്മാവെന്ന് പറഞ്ഞ് തള്ളിക്കൊണ്ടിരിക്കുന്ന സമയത്തുണ്ട് അതേപോലെ നമ്മുടെ അഞ്ജു ചേച്ചി. അങ്ങനെ കഥ വീണ്ടും 1824 അഞ്ജു വെച്ചിട്ടും മഞ്ജു വെച്ചിട്ടും തട്ടുപൊളിപ്പം ഡാൻസിലേക്ക് അങ്ങോട്ട് മാറി. ഞാനും കിടന്ന കറിയെക്കൊണ്ടിരിക്കുന്ന കണ്ടിലടി വേട്ടാവളിക്ക് ഇന്ന് പിടിച്ചോ തോം 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 തജം തജം തകജം. അങ്ങനെ ഇവര് ഡാൻസ് കണ്ട് നമ്മുടെ സിർക്കറായി നമ്മുടെ രാജാവ് ഇവർക്കൊരു സർപ്രൈസ് അങ്ങോട്ട് കൊടുക്കും. ഈ വരുന്ന ദുർഗാഷ്ടമി ദിനത്തിൽ എന്റെ അടുത്ത അനന്തരാവകാശിയായിട്ട് ചാർജ് എടുക്കാൻ പോകുന്ന മറ്റാരുമല്ല, നമ്മുടെ പൊന്നോമന ദേവേട്ടനാണ്, അഥവാ നമ്മുടെ കുഞ്ച്. അങ്ങനെ കഥ വീഡിയോ 2024 മഞ്ജു വെച്ച് പെയിന്റ് അടിക്കുന്ന പണിക്കാണ് വന്നേക്കണെങ്കിൽ അഞ്ജു വെച്ച് കൊട്ടാരം മേടിക്കാനാണ് വന്നേക്കണേ. പ്രേതമുള്ള റൂം ഉണ്ടല്ലോ ഇവിടെ, അവിടെ കിടക്കാണ്ട് എനിക്ക് ഉറക്കം വരില്ല എന്ന് പറഞ്ഞ് പുള്ളിക്കാരി ആ റൂമിലേക്ക് കയറുമ്പോണ്ടറ അവിടെ നിൽക്കണം നമ്മുടെ മഞ്ജു വെച്ച്. പിന്നെ ആ മുറിയിൽ ആര് കിടക്കുന്നു പറഞ്ഞ് അവർ തമ്മിൽ പൊരിഞ്ഞ അടിയാവും. അവരുടെ അടിയുടെ ശക്തി കാരണം അവിടുത്തെ കാക്കൾ മൊത്തം കിടക്കാണ് സുഹൃത്തുക്കളെ. ഇത് കണ്ട രാജഗുരുവിന് വരാണ്ടിരിക്കാൻ പറ്റുമോ? പുള്ളിക്കാരൻ വന്ന് പിന്നെ കൊണയടി അങ്ങോട്ട് തുടങ്ങും. കഴിഞ്ഞ ജന്മത്തിൽ ഇവളെ എൻ്റെ അപ്പന്മാര് പൂട്ടിയ പോലെ ഞാനും ഒരു യാഗം നടത്തി അതിൽ നിന്ന് കിട്ടുന്ന ഒരു എണ്ണ കൊണ്ട് ഇവളെ തളയ്ക്കും അത്ര. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല, നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ. അങ്ങനെ അടുത്ത ദിവസം അവർ നാട്ടുകാരെ വിളിച്ചു വരുത്തി ആകാശത്ത് നിന്ന് വീണ കാക്ക ഫ്രൈ പൊരിച്ചു കൊടുത്തിട്ട് ഒരു വിരുന്ന് അങ്ങോട്ട് ഒരുക്കും എൻ്റെ മോനെ. ഒരു രക്ഷയില്ലട്ടാ. ഇതിൻ്റെ ഇടയ്ക്കാണ് അടുത്ത പാട്ട്. പോടാ 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 വീട്ടി പോടാ, പടം കാണാണ്ട് വീട്ടി പോടാ എന്നവർ പറയാതെ പാട്ടിലൂടെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പാട്ടൊക്കെ കഴിഞ്ഞ് പണ്ടത്തെ മഞ്ജുച്ചിയുടെ ഫോട്ടോ പൊക്കി പിടിച്ചോണ്ട് ഇപ്പൊ കിട്ടുറാ എന്ന് പറഞ്ഞ് വന്ന സമയത്തുണ്ട് നമ്മുടെ മല്ലികേച്ചി പെയിന്റ് ഒഴിച്ച് ബ്രില്യൻ്റ് ആയിട്ട് അത് കൊള്ളമാക്കും. ഇതിന്റെ ഇടയ്ക്ക് വീട് മേടിക്കാൻ വന്ന അഞ്ജു വെച്ച് പറയും, ഞാൻ ഈ വീട് ദുർഗാഷ്ടമിക്കായിട്ട് മേടിക്കില്ലട്ടോ മോനെ. അപ്പൻട്ര വേറൊരുത്ത വന്നിട്ട് പറയാം, ഞാൻ ഇപ്പൊ ഈ വീട് മേടിച്ചോളാം. എന്നിട്ട് അവിടെ കിടക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തു വെക്കണ നമ്മുടെ അഞ്ജുച്ചിക്ക് ഇഷ്ടപ്പെടുവോ? പുള്ളി അന്ന് രാത്രി തന്നെ ഇവർ പേടിപ്പിച്ച് പടമാക്കും. ബൈ ബൈ ടാറ്റാ ഗുഡ് ബൈ ഗയാ. പിന്നെ ഇവരുടെ പൊറോട്ട നാടകത്തിന്റെ അയ്യൊരു കളിയാണ് ഇതിൽ. അതിലേക്കൊന്നും പോകാൻ എനിക്ക് ശക്തിയില്ല. അതുകൊണ്ട് നമുക്ക് നേരെ ദുർഗാഷ്ടമിയിലേക്ക് പോവാം. പതിവ് പോലെ രാജഗുരു വന്നിട്ട് പറയാം, ഞാൻ ആ യാഗം നടത്തി കിട്ടിയ പവിത്രമായ ഓയിലാണ് മോനിയത്, ഇത് വെച്ച് നിനക്ക് മഞ്ജുലിക്ക് അങ്ങോട്ട് തളയ്ക്കാം. പിന്നെയും കുറെ കാട്ടപരാധങ്ങൾ കാണിച്ചിട്ട് ഇവനും മനസ്സിലാവുകയാണ് അഞ്ജുവേച്ചിയാണ് നമ്മുടെ മഞ്ജുവേച്ചി. അവളുടെ മേത്തേക്ക് എണ്ണ ഒഴിക്കാൻ വേണ്ടി എണ്ണയും കൊണ്ട് പോയിട്ട് നിൽക്കുന്ന സമയത്തുണ്ട് ആ ഫോട്ടോ അവർക്ക് കിട്ടും. അപ്പോഴേക്കും ശരിക്കുള്ള മഞ്ജുവേച്ചി ഒന്ന് അഞ്ജുവേച്ചി പേടിപ്പിക്കാൻ വേണ്ടി തട്ടിക്കൊണ്ട് പോയിട്ട് ആ തൂണിന്റെ മുകളിൽ അങ്ങോട്ട് പെടച്ച് കയറും. എന്നിട്ട് ഒറ്റ പറച്ചില്ല, ഞാനടാ മോനെ മഞ്ജു. എന്നിട്ട് അവിടെ നേരെ താഴെ ഇറങ്ങി വന്നിട്ട് ഈ പെണ്ണുമ്പുള്ള അങ്ങോട്ട് വലിച്ച് ഒറ്റ ബൗൺസിംഗ് ബോൾ തെറിക്കണ പോലെ അവളങ്ങ് തെറിച്ച് പോകും. ഇത് ചോദിക്കാൻ ചെന്ന കുഞ്ചുവിനെ മഞ്ജു വെച്ച് പിടിച്ച് എയറിലാക്കും. പക്ഷെ നമ്മുടെ കുഞ്ചു അരമോൻ അവനാ നമ്മുടെ മഞ്ജു വെച്ച് പവിത്ര എണ്ണ വെച്ചിട്ട് അതിലിട്ട് അങ്ങോട്ട് ചുടും. ഇതെല്ലാം കഴിഞ്ഞ് അഞ്ജു വെച്ച് വിളിക്കാൻ ചെന്നപ്പോൾ പുള്ളിക്കാരി ഒടിഞ്ഞ കൈയും കാലൊക്കെ ശരിയാക്കിയിട്ട് പറയാടാ പൊട്ട ഞാനടാ മഞ്ജു. അതുപോലെ അപ്പോഴേക്കും നമ്മുടെ രാജഗുരു അവിടെ എത്തിയിട്ട് പറയാടി മഞ്ജു നിന്റെ അന്ത്യാടിന്ന് എന്ന് പറഞ്ഞ് തീരല്ല അതേ കിടക്കുന്ന പുള്ളിക്കാരൻ താഴെ. ഇതിന്റെ ഇടയ്ക്ക് പവിത്രേട്ടന്റെ എണ്ണ എടുത്തിട്ട് അവളുടെ മേത്തേക്ക് ഒഴിക്കാൻ പോണ സമയത്ത് മഞ്ജു വെച്ച് വന്നിട്ട് കുഞ്ചുവിന്റെ അടുത്ത് പറയാ, അരുത് കുഞ്ചു. എന്നിട്ട് അഞ്ജുവിന്റെ അടുത്ത് പോയിട്ട് പറയും, ഇനിയെങ്കിലും നിനക്ക് സത്യം തുറന്നു പറഞ്ഞോടറി. ആയിക്കോട്ടെ. അപ്പൊ ഉണ്ടാ അതേ വന്നു ശരിക്കുള്ള മഞ്ജു. ശരിക്കുള്ള മഞ്ജു ഞാനല്ല. എവിടെയോ നല്ല തുടുത്തല്ല സുന്ദര കുട്ടപ്പനായിട്ട് കഴിയും. മഞ്ജു
മഞ്ജു അല്ലടാ, ദേവേട്ടനാണ്, ദേവേട്ടൻ. അതെ ഗൈസ്, പണ്ട് കത്തിയെടുത്ത് ദേവേട്ടനെ കുത്തിക്കൊല്ലാൻ പോണ സമയത്താണ് ഇവർക്ക് ആ കാര്യം മനസ്സിലാവുന്നത്. ദേവേട്ടൻ അല്ല, ശരിക്കും ദേവൂട്ടിയാണെന്ന്. അങ്ങനെ ഈ കാര്യം കണ്ടുപിടിച്ച അഞ്ചേച്ചും മഞ്ചേച്ചും ദേവൂട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവളെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കും. ആ ഡാൻസ് ആണ് ഗൈസ് നമ്മൾ ആദ്യം കണ്ടത്. ഇത് കാണിക്കാൻ അവർ വിളിച്ചു വരുത്തിയ തന്തപ്പടി ദേവൂട്ടിയെ ചുട്ടുകൊല്ലുന്ന കാര്യമാണ് നിങ്ങൾ ആദ്യം കണ്ടത്. അങ്ങനെ ദേവൂട്ടിയായ ദേവേട്ടനാണ് ഇവരുടെ മേത്ത് കയറിയ ആൾക്കാരെ പേടിപ്പിച്ചോണ്ടിരുന്ന അത്ര എന്നും പറഞ്ഞ് കോളിംബെൽ അടിക്കണ പോലെ ിരിക്കുന്ന ടൈമിലാണ് നമ്മുടെ കുഞ്ചു വന്നിട്ട് ദേവൂട്ടിയുടെ മേത്ത് പവിത്ര എണ്ണ വെച്ചിട്ട് കീഴ്പ്പെടുത്താറ്. പിന്നെ ഇവിടെ അൽഫാമാക്കാൻ പന്തവും പൊക്കി പിടിച്ചു വന്ന ചേച്ചിമാർ പണ്ടത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് തിരമാല പോലെ അടിച്ചു വന്ന സമയത്ത് ഇമോഷണൽ ആയിട്ട് അവൾ അങ്ങോട്ട് വെറുതെ വിടും. ഇത് കണ്ട ദേവൂട്ടിയുടെ പ്രേതം കരഞ്ഞോണ്ട് ഒറ്റ പോക്ക. യാത്രയായി സൂര്യാങ്കുരം പടം കഴിഞ്ഞ് Come on, boys. Follow me.